മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാനൊരു ഗെയിം അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗെയിം അനാലിസിസ് എന്ത് ചെയ്തിട്ടില്ലേ, അതങ്ങനെ സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ ആവാൻ കാരണമുണ്ട്. ഇപ്പോൾ എൻ്റെ ചാനലിന് 100 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുന്നു ഗൈസ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കാണണം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണിത്. സോ നമുക്ക് ഗെയിം തുടങ്ങാം. സോ ഈ ഗെയിമിൽ നിങ്ങൾ മെയിനിൽ ശ്രദ്ധിക്കേണ്ട സാധനങ്ങൾ, ഇതിൽ ഫസ്റ്റ് ബോർഡ് ശ്രദ്ധിക്കണം, അതെല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങൾ ഓരോ മൂവ്സ് കഴിയുമ്പോഴും അതിന്റെ മേലിൽ അതിന്റെ ഫീഡ്ബാക്ക് കാണിക്കും. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബുക്കിന്റെ പടം കാണിക്കും, കാരണം ഇറ്റ്സ് എ ബുക്ക് മൂവ് എന്നാണ് ഇത് പറയുന്നത്. സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഇവാലുവേഷൻ ബാർ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ എൻ്റെ ഓപ്പണന്റ് തുടങ്ങിയത് E4 നോർമൽ ഓപ്പണിംഗ്. സോ ഞാൻ എന്ത് ചെയ്തു, C6 കളിച്ചു. ഇറ്റ്സ് ഓൾസോ വെരി കോമൺ റെസ്പോൺസ്, ഓൾസോ നോൺ ആസ് കാരോക്കാൻ ഡിഫെൻസ്. സോ എൻ്റെ ഓപ്പണന്റ് എന്നെ റിപ്ലൈ ചെയ്തത് നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സെൻട്രൽ ബ്രേക്ക് കൊണ്ടുവരാനായിട്ട് കളിച്ചു. എൻ്റെ ഓപ്പണന്റ് എന്നെ അക്സെപ്റ്റ് ചെയ്തു, ഞാൻ റീക്യാപ്ചർ ചെയ്തു. ഇപ്പോൾ എനിക്ക് 2 സെന്റർ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് ഓപ്പണിങ്ങിൽ മെല്ലെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഓപ്പണന്റിന് ഇപ്പോഴും ഒരു പോണിനെ പുഷ് ചെയ്ത് സെന്ററിൽ കൺട്രോൾ എടുക്കാം. ഒരു നൈറ്റ് ഡെവലപ്പ് ആയതുകൊണ്ട് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് എൻ്റെ ഓപ്പണന്റിലുണ്ട്. അതാണ് ഇവാലുവേഷൻ ബാർ ഇങ്ങനെ നിൽക്കുന്നത്. സോ എൻ്റെ ഓപ്പണന്റ് എൻജിൻ മൂവ് തന്നെ കളിച്ചു, D4. ഞാൻ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തു. ഇനി കുറച്ച് നേരത്തേക്ക് ഡെവലപ്മെന്റ്സ് മാത്രമാണ്, പിന്നെ കുറച്ച് എക്സ്ചേഞ്ച് ആയി. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും മെല്ലെ എനിക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ട്. ചെറിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഒരു ബിഷപ്പ് പെയർ ഉണ്ട്. എൻ്റെ ഡെവലപ്മെന്റ് ഒക്കെ അത്യാവശ്യം കംപ്ലീറ്റ് ആയി. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ 0.2 എന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ബിഷപ്പ് പെയർ ആയി. സോ ഇവിടെ വെച്ച് എൻ്റെ ഓപ്പണേറ്റ് ഒരു ബ്ലണ്ടർ ചെയ്യാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം എനിക്ക് ഇതിനെ വെച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റൂലെങ്കിലും ഇനി ക്വീനെ വെച്ച് ക്യാപ്ചർ ചെയ്യാം. പക്ഷെ ഞാൻ വിചാരിച്ചു ക്വീനെ വെച്ച് ക്യാപ്ചർ ചെയ്യാം, ആദ്യം ക്വീനെ ഒന്ന് അവിടെ ത്രട്ടൺ ചെയ്യാം. അപ്പോൾ ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൈറ്റ് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്ത് ചെക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് കിടക്കും, നമുക്ക് നഷ്ടമാവും. അപ്പോൾ എൻ്റെ ഓപ്പണന്റ് കറക്റ്റ് മൂവനെ കളിച്ചു. ഞാൻ റീക്യാപ്ചർ ചെയ്തു, അതാ പറ്റുള്ളായിരുന്നത് കൊണ്ട്. എൻ്റെ ഓപ്പണന്റ് ഒരു ഗ്രേറ്റ് മൂവാണ് കളിച്ചത്, അതിനെ റീക്യാപ്ചർ ചെയ്തു. ഞാനും റീക്യാപ്ചർ ചെയ്തു. എൻ്റെ ഓപ്പണന്റ് എൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്തു, ഞാൻ പുറകിലേക്ക് പോയി. അപ്പം എൻ്റെ ഓപ്പണന്റ് ക്വീൻ സൈഡ് അറ്റാക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ സെൻട്രൽ ഫയൽ കൺട്രോൾ ചെയ്യണം. ഇതിനായിട്ട് റൂക്കിനെ കൊണ്ടുവന്നു. ഞാൻ ക്യാൻസൽ ചെയ്തു, കാരണം സെൻട്രലിൽ ഞാൻ അധികം നേരം നിൽക്കുന്നത് സേഫ് അല്ല. റൂക്ക് കൊണ്ടു. അടുത്തത് എൻ്റെ ഓപ്പണന്റ് ക്വീൻ സൈഡ് അറ്റാക്ക് തുടങ്ങി. ഞാൻ അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇതിനെ കളിച്ചു. ഇതിന്റെ ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓപ്പണന്റ് ക്യാപ്ചർ ചെയ്യുവാണെങ്കിൽ എനിക്ക് റീക്യാപ്ചർ ചെയ്ത് 2 ഐസൊലേറ്റഡ് പോൺസ് ആവും, കണ്ടോ? അല്ലാതെ പുഷ് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ തമ്മിലുള്ള കണക്ഷൻ അങ്ങ് പോകും. സോ ഇതൊരു മിസ്റ്റേക്ക് ആയി പോയി. കാരണം ഇവിടെ ക്യാപ്ചർ നടന്നു കഴിഞ്ഞാൽ റൂക്കിനൊരു ഓപ്പൺ ഫയലൊക്കെ കിട്ടി, റൂക്ക് ഭയങ്കര ആക്റ്റീവായി, എനിക്ക് നല്ല പൊസിഷൻ കിട്ടും. ഞാൻ ക്യാപ്ചർ ചെയ്തത് ഒരു ഗ്രേറ്റ് മൂവ് ആയിരുന്നു. എൻ്റെ ഓപ്പണന്റ് ഈ പോയിന്റ് വെച്ചാൽ ക്യാപ്ചർ ചെയ്തത്. ഞാനപ്പോൾ റൂക്കിനെ വെച്ച് ക്യാപ്ചർ ചെയ്തു, അതൊരു നല്ല മൂവ് ആയിരുന്നു. ഇപ്പം എനിക്കായി അഡ്വാൻറ്റേജ് കണ്ടോ, നിങ്ങൾക്ക് ഈ വെൽബാറി കാണാൻ പറ്റും. അപ്പം എൻ്റെ ഓപ്പണന്റ് റൂക്കിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കളിച്ചു. ഞാൻ റൂക്കിനെ റിട്രീറ്റ് ചെയ്ത് ഇവിടെ പ്രഷർ കൊടുത്തു ഈ പോണിൽ. അപ്പൊ ക്വീൻ സൈഡ് നമുക്ക് അങ്ങ് പൊളിക്കാൻ പറ്റും. എനിക്കിപ്പോ തന്നെ ഒരു പോൺ അപ്പായി. അപ്പൊ എൻ്റെ ഓപ്പണന്റ് ഇനാക്രസി കളിച്ചാൽ നമുക്ക് നോക്കണ്ട. ഞാൻ അതിനെ അറ്റാക്ക് ചെയ്തു. ഇത് ടെമ്പോ ആയതുകൊണ്ടാണ് ഇനാക്രസി കൊടുത്തേക്കുന്നത്, കണ്ടോ? എനിക്കിപ്പോ ടെമ്പോ എന്ന് തന്നെ പറയണേ. അതായത് എനിക്ക് കുറെ മൂവ്സ് എൻ്റെ പീസസിനെ ആക്റ്റീവ് ആക്കാനും എൻ്റെ ഓപ്പണിന്റെ പീസസിനെ ഡീആക്ടിവേറ്റ് ആക്കാനും പറ്റി. എനിക്കിപ്പോൾ കംപ്ലീറ്റ് അഡ്വാൻറ്റേജ് ആയി. പക്ഷെ ഇതൊരു മിസ്സായിരുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയുന്നത് RA2 ആണ് ബെസ്റ്റ് എന്നാണ്. ഇത് നടന്നു കഴിഞ്ഞാൽ ക്യാപ്ചർ ചെയ്യാൻ, കാരണം ഇവിടെ അറ്റാക്ക് ഉണ്ട്. എന്താ റൂക്ക് 7th റാങ്കിലായതുകൊണ്ട് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും റൂക്ക്, അതാണ് മിസ്സായി എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഓഫർ ചെയ്തു. ഞാൻ അതിനെ ക്യാപ്ചർ ചെയ്തത് ഒരു ഗ്രേറ്റ് മൂവ് ആയിരുന്നു. എൻ്റെ അവിടെ റീക്യാപ്ചർ ചെയ്തു. ഞാൻ അത് കളിച്ചൊരു മിസ്റ്റേക്ക് ആയിപ്പോയി.
എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വീൻ A6 ആയിരുന്നു ബെസ്റ്റ് എന്ന് പറയുന്നത്. ക്വീൻ A6. ഈ ക്വീൻ A6 എന്തുകൊണ്ടാണ് ബെസ്റ്റ് ആയിരുന്നു നോക്കാം. അപ്പോൾ ഇതിന്റെ പകരം ഞാൻ ഇവിടെ വെച്ച് ക്വീൻ A6 ഇത് ഞാൻ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം റൂക്ക് മാറിക്കഴിഞ്ഞാൽ എന്താ കാസ്ലിംഗ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവും. കാരണം എന്താ ഇവിടെ ക്വീൻ്റെ കൺട്രോൾ ഉണ്ട്. സോ ക്വീൻ്റെ കൺട്രോൾ ഉണ്ടെങ്കിൽ കാസ്ലിംഗ് നടക്കില്ല. അവിടെ ക്വീൻ തന്നെ ഏത് പീസായാലും ചെക്കിലൂടെ കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് അതിൻ്റെ റൂള്. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റ് നല്ല മൂവ്സ് ഒക്കെ നമുക്ക് കണ്ടാൽ സോ കാസ്റ്റ് ചെയ്തു. ഇപ്പം എൻ്റെ ഓപ്പണൻറ്റിനും നല്ല പൊസിഷനായി. പക്ഷെ ഇപ്പോഴാണ് എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് കാസ്റ്റിങ്ങോടുകൂടി കുറച്ച് കുറഞ്ഞു. പക്ഷെ എനിക്കിപ്പോഴും തന്നെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ അവിടെ പ്രഷർ കൊടുത്തു. എൻ്റെ ഓപ്പണൻറ്റ് അവിടെ റൂക്കിനെ ക്വീനെ ഡബിൾ ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടെ ചെയ്തായിരിക്കും. ഞാൻ അവിടെ റൂക്കിനെ ഓപ്പൺ ഫയലിൽ കൊണ്ടുവരാനാണ് നോക്കിയത്. പക്ഷെ ബ്ലണ്ടർ ആയിരുന്നു. കാരണം എന്താണെന്ന് മനസ്സിലായോ? അത് ചെക്ക് മേറ്റ് ആവും. കാരണം ഇവിടെ ചെക്ക് വയ്ക്കുകയാണെങ്കിൽ ഡബിൾ ചെക്കാ, അതുകൊണ്ട് മെയ്റ്റ് ആയി പോകുമായിരുന്നു. അതായിരുന്നു ഞാൻ കളിച്ച ബ്ലണ്ടർ ആയിരുന്നു. സോ എൻ്റെ ഓപ്പണന്റ് അത് മിസ് ചെയ്തു. എൻ്റെ ഓപ്പണന്റ് ക്വീനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് കളിച്ചു. അത് ക്യാപ്ചർ ചെയ്തു. ഞാൻ റീക്യാപ്ചർ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഒക്കെ ഉണ്ടാവും റിസൈൻ ചെയ്താൽ പോലെ. ഞാൻ റിസൈൻ ചെയ്തില്ല. ഞാൻ കുറച്ച് നേരം കൂടി ഇങ്ങനെ കളിച്ചു പോയി. അപ്പം ഞാനൊരു ഇനാക്രസി കളിച്ചു. ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാപ്ചർ ചെയ്യുവാണെങ്കിൽ എനിക്കിതിനെ റീക്യാപ്ചർ ചെയ്യാം ക്വീനെ. സോ എനിക്ക് നല്ല പൊസിഷൻ ആവും. സോ എൻ്റെ ഓപ്പണന്റ് എനിക്ക് എന്താണെന്ന് അറിയില്ല അങ്ങനെ കളിച്ചത്. സോ ഞാൻ ക്യാപ്ചർ ചെയ്തു. ഇപ്പം എനിക്ക് കംപ്ലീറ്റ് അഡ്വാൻറ്റേജ് ആയി. സോ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒക്കെ കളിച്ചു. ഞാൻ ചെക്ക് കൊടുത്തു. ഫൈനലി ഇത് പോസ്റ്റ് പോയിരുന്നു. ഇത് കളിച്ചപ്പോൾ മെയ്റ്റ് ആയി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ ഞാനും ഒരുപാട് മിസ്റ്റേക്കുകൾ കാണിച്ചു. എൻ്റെ ഓപ്പണൻറ്റും ഒരുപാട് മിസ്റ്റേക്കുകൾ കാണിച്ചു. ഇതേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയൊക്കെ ചെക്ക് മീറ്റ് വരും, എവിടെയൊക്കെ ചെക്ക് മീറ്റ് വരും, എപ്പോഴൊക്കെ ചെക്ക് മീറ്റ് വരും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? താങ്ക് യു. അടുത്ത വീഡിയോ നമുക്ക് പിന്നെയും കാണാം.